നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് രണ്ടാമതും ചുമതല ഏറ്റതിന് ശേഷം ജുഡീഷ്യറിയുമായി നിരന്തരമായ ഏറ്റുമുട്ടലിലാണ്. ട്രംപ് ഭരണകൂടം ഉത്തരവിട്ട പല കാര്യങ്ങളും പല കോടതികളും സ്റ്റേ ചെയ്യുകയും അതിന്മേൽ കൂടുതൽ വിശദീകരണം ആവശ്യപ്പെടുകയൊക്കെ തന്നെ ചെയ്തിരുന്നു. ഇത് ട്രംപിനെയും വല്ലാതെ ചൊടിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഡൊണാൾഡ് ട്രംപ് പല വേദികളിലും ജുഡീഷ്യറിക്കെതിരെ പല പരാമർശങ്ങളും നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത് ട്രംപിൻ്റെ തന്നെ പാർട്ടിയായ റിപ്പബ്ലിക്കൻസിൻ്റെ പല നേതാക്കളെയും ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇത് എവിടെ ചെന്ന് അവസാനിക്കും എന്നുള്ളതാണ് പലരുടെയും ആശങ്ക. ഇതേ തുടർന്ന് വൈസ് പ്രസിഡൻ്റായ ജെ.ഡി. വാൻസ് ഇപ്പോൾ രംഗത്ത് എത്തിയിരിക്കുകയാണ്. അമേരിക്കയിലെ പ്രശസ്തമായ യേൽ സർവകലാശാലയിൽ നിന്ന് നിയമബിരുദം നേടിയ ജെ.ഡി. വാൻസ് പ്രമുഖനായ അഭിഭാഷകൻ കൂടിയാണ്. ജെ.ഡി. വാൻസ് പറയുന്നത് ജഡ്ജിമാർ ഇങ്ങനെ തുടങ്ങിയാൽ എന്തു ചെയ്യും എന്നാണ്. അദ്ദേഹം ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുന്നത് ഒരു യുദ്ധ മുന്നണിയിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന് ഒരു സൈനിക ജനറലിനെ ജഡ്ജിമാർ പഠിപ്പിക്കുമോ എന്നാണ്. അങ്ങനെ ചെയ്താൽ അത് നിയമവിരുദ്ധമാണ് എന്നും ജെ.ഡി. വാൻസ് പറയുന്നു. ജെ.ഡി. വാൻസ് മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളെ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപും പൂർണ്ണമായി പിന്തുണയ്ക്കുകയാണ്. കഴിഞ്ഞ ദിവസം എയർഫോഴ്സ് 1 വിമാനത്തിൽ സഞ്ചരിക്കുന്ന വേളയിൽ മാധ്യമപ്രവർത്തകർ ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഡൊണാൾഡ് ട്രംപും ജഡ്ജിമാർക്കെതിരായ നിലപാടാണ് സ്വീകരിച്ചത്. കഴിഞ്ഞ തിങ്കളാഴ്ച മാത്രം ഏതാണ്ട് 5ഓളം ജഡ്ജിമാർ ട്രംപ് സർക്കാരിൻ്റെ വിവിധ തീരുമാനങ്ങൾക്കെതിരെ രംഗത്തെത്തിയിരുന്നു. കൂടാതെ ശതകോടീശ്വരനായ ഇലോൺ മസ്കിനെ അമേരിക്കൻ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്നതിന് വേണ്ടി നിയോഗിച്ച സമിതിയുടെ തലപ്പത്ത് നിയമിച്ച നടപടിയെയും പലരും വിവിധ കോടതികളിൽ ചോദ്യം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇവർക്കിപ്പോൾ കൂടുതൽ അധികാരം നൽകിയതിനെയൊക്കെ തന്നെ പലരും ചോദ്യം ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിലാണ് ഇപ്പോൾ ജെ.ഡി. വാൻസും കൃത്യമായി ഇടപെടാൻ തീരുമാനിച്ചിരിക്കുന്നത്. ജഡ്ജിമാർ ഇത്തരത്തിൽ ഇടപെടുന്നത് ശരിയായ രീതിയല്ലെന്നും ഇത് അപമാനകരമാണ് എന്നുമാണ് ഡൊണാൾഡ് ട്രംപ് ചൂണ്ടിക്കാട്ടിയത്. അമേരിക്കയിലെ ഡൊണാൾഡ് ട്രംപിൻ്റെ എതിരാളികൾ പലരും ഡൊണാൾഡ് ട്രംപ് കോടതിയെ ആദരിക്കുന്നില്ല, കോടതിയുടെ ബഹുമാനം കാട്ടുന്നില്ല എന്ന പരാതിയുമായും രംഗത്തെത്തിയിട്ടുണ്ട്. സർക്കാരും കോടതിയും തമ്മിൽ നിരന്തരമായി ഇത്തരത്തിലുള്ള ഒരു സംഘർഷം ഉണ്ടായാൽ അത് ഭാവിയിൽ സർക്കാരിൻ്റെ പല കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തടസ്സമാകും എന്ന് മനസ്സിലാക്കിയതാണ് ജെ.ഡി. വാൻസ് ഇപ്പോൾ തൻ്റേതായ രീതിയിൽ നടപടികളുമായി രംഗത്ത് എത്തിയിരിക്കുന്നത്. കൂടാതെ ട്രംപിൻ്റെ സ്വന്തം പാർട്ടിയായ റിപ്പബ്ലിക്കൻസിലെ പലരും ഇപ്പോൾ മസ്കിൻ്റെ നടപടികൾക്കെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ്. ജീവനക്കാരുടെ എണ്ണം വെട്ടിച്ചുരുക്കുന്നതും പലരെയും പിരിച്ചുവിടുന്നതുമൊക്കെ തന്നെ ജനങ്ങൾക്കിടയിൽ സർക്കാരിനെക്കുറിച്ച് അവമതിപ്പുണ്ടാക്കും എന്നാണ് അവർ പറയുന്നത്. മാത്രവുമല്ല കഴിഞ്ഞ ദിവസം ട്രഷറി നിയന്ത്രണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മസ്കിൻ്റെ ചുമതലയെ കോടതിയിൽ പലരും ചോദ്യം ചെയ്യുകയും കോടതി അതിനുമേൽ നടപടി സ്വീകരിക്കുകയും ചെയ്തതും ഇവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്നാൽ ഡൊണാൾഡ് ട്രംപ് ആകട്ടെ ഇതൊന്നും കണക്കിലെടുക്കാതെ ഇപ്പോഴും തൻ്റേതായ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. സത്യപ്രതിജ്ഞ ചെയ്ത ദിവസം തന്നെ അദ്ദേഹം നിരവധി പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നു. അവ ഓരോന്നോരോന്നായി നടപ്പിലാക്കാനുള്ള അശ്രാന്ത പരിശ്രമത്തിലാണ് ട്രംപ്. അതിനിടെ പൗരത്വം ജന്മാവകാശമാക്കിയ നിയമത്തെ നേരത്തെ ഡൊണാൾഡ് ട്രംപ് തള്ളിക്കളഞ്ഞിരുന്നു. എന്നാൽ ഈ നടപടിയും കോടതി ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ഇത്തരത്തിൽ അമേരിക്കൻ സർക്കാരും ജുഡീഷ്യറിയും തമ്മിൽ നിരന്തരമായ ഏറ്റുമുട്ടലുകളായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് ഭരണത്തെ തന്നെ ആത്യന്തികമായി ബാധിക്കും എന്ന് എല്ലാവർക്കും അറിയാം. ഈ ഒരു സന്ദർഭത്തിലാണ് പ്രമുഖ അഭിഭാഷകൻ കൂടിയായ ജെ.ഡി. വാൻസ് തന്നെ നേരിട്ട് രംഗത്തിറങ്ങി സ്ഥിതിഗതികൾ ശാന്തമാക്കാൻ ശ്രമിക്കുന്നത്. ഒപ്പം അദ്ദേഹവും ജഡ്ജിമാർക്കെതിരായ വിമർശനം ഒട്ടും കുറച്ചിട്ടില്ല. പക്ഷേ അത് കുറച്ചുകൂടി നിയമപരമായ ഭാഷയിലാണ് അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് എന്ന് മാത്രം.